ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ബോസി ഗേൾ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ നമ്മൾ സ്റ്റിച്ചിങ് ആയിരിക്കും. അപ്പോൾ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബാക്ക് സൈഡിൽ നമ്മൾ ഇട്ടിട്ടുള്ള ടക്ക് ഒപ്പം വെച്ചെടുക്കുക. ഒപ്പം വെച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് സൈഡിൽ, അതായത് ടക്കിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കെട്ടിട്ടടിക്കാം. കെട്ടിട്ടടിച്ചിട്ട് ആ ഒരു സ്ലൈഡായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അറ്റെത്തുമ്പോഴും നിങ്ങളിതുപോലെ കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ലൂസായി പോകും. ഇപ്പോൾ ഇതേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് സൈഡ് 1/2 ഇഞ്ചസിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ടക്കിട്ട ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു മടക്കി അടിക്കാനായിട്ട്. അത് ഓരോ ഇഞ്ചിലും മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഹെമ്മിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അരികത്തായിട്ട് അടിക്കരുത്, കുറച്ച് വിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് ഒപ്പം വെച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അമ്മമ്മമാരുടെ ബ്ലൗസായ കാരണം നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കാം കേട്ടോ. അല്ലാത്ത നോർമൽ ബ്ലൗസൊക്കെ ആണെങ്കിൽ നമ്മൾ 2 ഇഞ്ചിൻ്റെ ഓരോ പട്ട സെപ്പറേറ്റ് വെട്ടിയെടുത്തിട്ടാണ് മടക്കി തയ്ക്കാറ്. ഇപ്പോൾ ഇത് വയസ്സായ ഒരു ബ്ലൗസായ കാരണം ഞാനിതുപോലെ 2 ഇഞ്ചിൽ മടക്കി വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതല്ല നിങ്ങൾക്ക് പട്ട വെട്ടി അടിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് വേണം നമുക്ക് എല്ലാത്തിൻ്റെയും ഹെമ്മിങ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ നമുക്ക് ഫ്രണ്ടും കൂടി ചെയ്യണം. ഫ്രണ്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ ടക്ക് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ചിൻ്റെ ടക്കാണ് ഇട്ടിട്ടുള്ളത്. 1 ഇഞ്ചിൻ്റെ ടക്ക് എന്ന് പറയുമ്പോൾ 2 ഇഞ്ച് വരും ടക്ക്. മറ്റേ ബാക്ക് സൈഡിലാകുമ്പോൾ 1/2 ഇഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ 1 ഇഞ്ചിൻ്റെ ടക്കാണ് ടോട്ടൽ വരിക. അപ്പോൾ കെട്ടിട്ടിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് സൈഡിൻ്റെ ലെഫ്റ്റും റൈറ്റും നിങ്ങൾ ഇതുപോലെ ടക്ക് ചെയ്തെടുക്കുക. ടക്കിട്ട ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ബാക്ക് സൈഡ് ചെയ്ത പോലെ തന്നെ 2 ഇഞ്ച് നമ്മൾ സ്പേസ് വിട്ടിട്ടുണ്ട്. അതും ഇതുപോലെ മടക്കി തയ്ക്കാം. താഴെ മടക്കി തയ്ച്ചതിന് ശേഷം വേണം നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ടക്കിട്ട് കഴിഞ്ഞു കേട്ടോ. ഫ്രണ്ട് സൈഡിൽ അടിഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് സൈഡ് ഓപ്പൺ ആണ്. അപ്പോൾ ഓപ്പൺ നമുക്ക് മറച്ചടിക്കണം. അതിന് ഞാനിവിടെ 3 ഇഞ്ച് വീതിയിലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 2 മടക്കിയിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് വിടത്തിൽ കുറച്ച് മേലേക്ക് കയറ്റി വയ്ക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വിടത്തിൽ നമുക്ക് തയ്ച്ച് മടക്കി അടിക്കാം. അപ്പോൾ ഇത് റൈറ്റ് സൈഡാണ്
ഫ്രണ്ട് സൈഡിൻ്റെ റൈറ്റ് സൈഡ് ഓപ്പണിംഗ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ആ സൈഡ് നമ്മൾ ക്ലോത്ത് വെച്ച് മടക്കി അടിക്കണം, കാരണം ആ സൈഡിലാണ് നമ്മൾ ഹുക്സ് വെക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് സൈഡ് റൈറ്റ് സൈഡ് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് ഓപ്പണിങ്ങിലുള്ള ലെഫ്റ്റ് സൈഡ് ചെയ്യാന്നുള്ളതാണ്. നേരത്തെ പോലെ തന്നെ 3 ഇഞ്ചിൻ്റെ ഒരു ക്ലോത്ത് എടുക്കുക. അതിൻ്റെ അരിക് ഒരു സൈഡ് നമ്മൾ ഇതുപോലെ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മടക്കി അടിക്കാൻ പാടില്ല, ഇവിടെയാണ് നമ്മൾ കുളത്ത് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇപ്പോൾ അമ്മാമ്മമാരുടെ ബ്ലൗസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ് ബട്ടൺ യൂസ് ചെയ്യാം. ഞാനിവിടെ ഹുക്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പോർഷൻ വയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡ് എടുക്കുക. അവിടെ അടിക്കാത്ത വശം ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ചിട്ട് മേലെ നിന്ന് ഇങ്ങനെ മടക്കി അടിക്കുക താഴത്തെ ഭാഗം. എന്നിട്ട് 4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൽ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഓപ്പണിങ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗം നമ്മൾ ഇതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കണം, ബാക്ക് ചെയ്ത പോലെ. അതിന് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് സ്ലീവ്സിൻ്റെ താഴത്തെ ഭാഗം മടക്കി അടിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സൈഡിൽ, അത് ഇതുപോലെ 2ആക്കി മടക്കിയെടുക്കുക. അപ്പോൾ സ്ലീവ്സിൻ്റെ അടിഭാഗം നമ്മൾ ഹെമ്മിങ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അരികത്തായിട്ട് അടിക്കരുത്, കുറച്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് എല്ലാ ഭാഗവും, അതായത് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡ് 2 ഓപ്പണിംഗ് ഉള്ളതും 2 സ്ലീവ്സും നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം.
എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഹെമ്മിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് 2 ലെയറിൽ ത്രെഡ് കോർത്തെടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഇതുപോലെ കെട്ടിട്ടെടുക്കുക. അതിൽ ഈ കെട്ടിട്ട വശം നമ്മൾ കുറച്ച് നീട്ടി വലിച്ചിടുക, മറ്റേ ഭാഗം കുറച്ച് കയറ്റി ഇടുക. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ മടക്കി പിടിച്ചിട്ട് ചെറിയൊരു ഡോട്ട് പോലെ സ്റ്റിച്ച് നമുക്ക് നല്ല സൈഡിൽ ക്ലോത്തിൻ്റെ കാണാൻ പാടുള്ളൂ. അതുപോലെ കുനിന്താക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റ് സൈഡിൽ, അതായത് നല്ല വശത്ത്, ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഒരിക്കലും പൊള്ളച്ച് നിൽക്കാൻ പാടില്ല. അപ്പോൾ നല്ല വലിച്ചു പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഹെമ്മിങ്. അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ചെയ്യാൻ പറ്റും പഠിച്ചു കഴിഞ്ഞാൽ. ഇതുപോലെ ചെയ്തെടുക്കും. നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഡോട്ടായിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്കങ്ങനെ എല്ലാ സൈഡും ഹെമ്മിങ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നമ്മളിതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ച് അഴിച്ചു മാറ്റണം, എന്നാലാണ് അത് വൃത്തിക്ക് വരുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് ഹെമ്മിങ് ചെയ്യുമ്പോൾ നമുക്ക് പൊള്ളച്ച് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഞാൻ എല്ലാ ഭാഗവും ബ്ലൗസിൻ്റെ ഹെമ്മിങ് ചെയ്തെടുത്തു, ഫ്രണ്ടും ബാക്കും സ്ലീവ്സും എല്ലാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കുക. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ കൊടുത്ത നോച്ചും ഷോൾഡറും ഒപ്പം വരണം. അതുപോലെ തുടക്കം തൊട്ട് അവസാനം വരെ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വരണം. എന്നാലേ സ്ലീവ്സ് കട്ട് ചെയ്തത് കറക്റ്റാന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി സ്ലീവ്സ് 2 സൈഡും നമ്മൾ അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ വെച്ച് നോക്കണം. നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ്ങും ആം ഹോളും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ താഴത്തെ വേസ്റ്റ് റൗണ്ടും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി 1 ഇഞ്ച് വിടുത്താണ് നമ്മൾ സീം അലവൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സീം അലവൻസ് ഇതുപോലെ സ്ലീവ്സിലും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ബ്ലൗസിൻ്റെ 2 സൈഡും നമ്മളിതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്ക് പോർഷനാണ് ചെയ്യേണ്ടത്. നെക്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കണം. അപ്പോൾ ദേ എക്സസ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്തെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇവിടെ ഹെമ്മിങ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ക്രോസ് പീസസ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ക്രോസ് ആയിട്ട് വെച്ചിട്ടാണ് ശരിക്കും ജോയിൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ നേരെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത്. എനിക്കതാണ് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ക്രോസ് പീസ് ഇതുപോലെ മേലെ നിന്ന് കുറച്ച് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2ആക്കി മടക്കാം. എന്നിട്ട് ബ്ലൗസിൻ്റെ നെക്കിൽ ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം കേട്ടോ. എന്നിട്ടൊരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്കിത് മറച്ചടിക്കാം. അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം.